ഓം ശാന്തി. ഞാൻ അതിസൂക്ഷ്മമായ ആത്മാ, പ്രകാശബിന്ദു, ഗഹനമായ നിശബ്ദത അനുഭവിക്കുന്നു. എൻ്റെ ബുദ്ധി സ്ഥിരപ്പെട്ടിരിക്കുന്നു. ശരീരം നിശബ്ദമാണ്. അനക്കമറ്റിരിക്കുന്നു. എൻ്റെ കർമ്മേന്ദ്രിയങ്ങൾ എൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ ദേഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്ത് ഞാൻ കുടികൊള്ളുന്നു. തിളങ്ങുന്ന ഒരു ദിവ്യനക്ഷത്രം. ഞാൻ എൻ്റെ തന്നെ ആത്മസ്വരൂപത്തെ കണ്ട് ആനന്ദിക്കുന്നു. ഞാൻ മഹാതപസ്വി ആത്മാവാണ്. ഞാൻ മഹായോഗി ആത്മാവാണ്. ഞാൻ രാജഋഷിയാണ്. വളരെയധികം തേജസ്സുറ്റ ആത്മാവാണ് ഞാൻ. ഞാൻ പൂർണ്ണമായും പുരികമധ്യത്തിലേക്ക് എൻ്റെ മുഴുവൻ ശ്രദ്ധയും ഏകാഗ്രമാക്കുന്നു. എന്നിൽ നിന്നും, പുരികമധ്യത്തിൽ നിന്നും ഈ മുഴുവൻ ശരീരവും ഒരു ദിവ്യപ്രകാശത്താൽ നിറയുന്നു. ഞാൻ ആത്മാവിൽ നിന്നും ചുറ്റിലും സർവ ദിക്കുകളിലേക്കും ശക്തികിരണങ്ങൾ പരന്നുകൊണ്ടിരിക്കുന്നു. അന്തരീക്ഷം മുഴുവനും ശക്തിശാലിയാകുന്നു. ഞാൻ അതിശക്തിശാലി ആത്മാവാണ്. ഈ അമൃതവേള സമയത്ത് മുഴുവൻ ലോകത്തിലുള്ള ബ്രാഹ്മണാത്മാക്കളും ബാബയുടെ ശക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ ശക്തിയും ഞാൻ ഫീൽ ചെയ്യുന്നു. എൻ്റെ മനസ്സിൻ്റെ സൂക്ഷ്മ ശബ്ദങ്ങളിൽ നിന്ന് പോലും ഞാൻ ഉപരിയാണ്. ഞാൻ വളരെ വളരെ നിശബ്ദമാണ്. എന്നാൽ ഞാൻ ചൈതന്യ ജ്യോതിയാണ്. മെല്ലെ മെല്ലെ ഞാൻ ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ച് ഞാനൊരു ഫരിസ്ത സ്വരൂപം ധരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ആകാശത്തിലൂടെ പറക്കുന്നു. ഒരു ഭാരവുമില്ലാതെ വളരെയധികം ലൈറ്റിൻ്റെ സ്വരൂപത്തിൽ ഞാൻ ആകാശത്തിലൂടെ പറന്നു പോകുന്നു. സൂക്ഷ്മ ശരീരത്തിലാണ് ഞാൻ. ഞാൻ അന്തവാഹക ശരീരത്തിലും കൂടിയാണ്. ഞാനിപ്പോൾ ഭൂമിയിൽ നിന്നും വളരെ വളരെ മുകളിൽ ആകാശത്തിലാണ്. ഞാൻ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കുമെല്ലാം മുകളിൽ ഇപ്പോൾ സൂക്ഷ്മവതനത്തിലാണ്. സൂക്ഷ്മവതനത്തിൽ ഞാൻ സമ്പൂർണ്ണ ബ്രഹ്മബാബയുമായി മിലനമാഘോഷിക്കുന്നു. ബാബയുടെ മുന്നിൽ ബാബയുടെ ശക്തികളാകുന്ന ആ പ്രകാശപ്രവാഹത്തിൽ ഞാനിരിക്കുന്നു. ബാബ എന്നെ തയ്യാറാക്കുന്നു. ബാബയുടെ ശക്തമായ ദൃഷ്ടി എന്നിലേക്ക് പതിക്കുന്നു. ഞാൻ വീണ്ടും വളരെയധികം സമ്പൂർണമായൊരവസ്ഥ ഫരിസ്ത സ്ഥിതിയിൽ അനുഭവിക്കുന്നു. ബാബ എനിക്ക് തിലകം തരുന്നു. എന്നിട്ട് ബാബ എനിക്ക് വരദാനം തരുന്നു. കുട്ടി, വിജയീ ഭവ, നിർവിഘ്ന ഭവ,
സഫലതാമൂർത്തി ഭവ. ഈ വരദാനങ്ങൾ പ്രാപ്തമാക്കി ഞാൻ അതിൻ്റെ സ്വരൂപമായ ആ ഒരു ഉയർന്ന അവസ്ഥ അനുഭവിക്കുന്നു. ബാപ്ദാദ രണ്ട് കൈകളും എൻ്റെ ശിരസിൽ വച്ചിരിക്കുന്നു. ബാബയിൽ നിന്നും ആ ശക്തി പ്രവാഹം അനുഭവിക്കുക. അതിനുശേഷം ബാബ എൻ്റെ കൈകൾ ബാബയുടെ കൈകളിലേക്ക് എടുക്കുന്നു. പരമാത്മ ഊർജം ബാപ്ദാദയുടെ ആ ദിവ്യമായ ഊർജം കൈകളിലൂടെ എന്നിലേക്ക് പ്രസരിക്കുന്നു. ഞാൻ എത്ര ഉയർന്ന അവസ്ഥയാണ് അനുഭവിക്കുന്നത്. എൻ്റെ മനസ്സിപ്പോൾ സമ്പൂർണമായും ശാന്തമാണ്. ദേഹബോധമേ എനിക്കില്ല. ഞാൻ ഇവിടെ നിന്നും പരന്ധാമത്തിൽ നിരാകാരി അവസ്ഥയിൽ ശിവബാബയുടെ മുന്നിലെത്തിക്കഴിഞ്ഞു. ഞാൻ വളരെയധികം നിസ്സങ്കല്പാവസ്ഥയിൽ മഹാജ്യോതിയുടെ മുന്നിൽ ഞാനും ഒരു ജ്യോതി, ബാബയും ഞാനും മാത്രം ഈ ഒരു സങ്കല്പത്തിലിരിക്കുന്നു. ബാബയുടെ മുഴുവൻ പ്രകാശവും ഞാൻ എന്നിലേക്ക് ആവാഹിക്കുന്നു. ബാബയിൽ നിന്ന് സർവശക്തികളും ഒരു മഴ പോലെ എന്നിലേക്ക് പതിക്കുന്നു. ഞാൻ സർവശക്തിമാന്റെ സന്താനം, മാസ്റ്റർ സർവശക്തിമാനായി മാറുന്നു. എന്നിൽ നിന്നും ദിവ്യമായ ശക്തി തരംഗങ്ങൾ പ്രകാശകിരണങ്ങളായി ഭൂമി മുഴുവനും വ്യാപിക്കുകയാണ്. സർവാത്മാക്കളിലേക്കും 5 തത്വങ്ങളിലേക്കും എല്ലാം ഈശ്വരീയമായ ദിവ്യശക്തികൾ പ്രസരിച്ചുകൊണ്ടേയിരിക്കുന്നു.
ഞാൻ ബാബയുടെ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്നു. ബാബയെ കുറിച്ചല്ലാതെ മറ്റൊന്നും ഞാൻ ഓർമ്മിക്കുന്നതേയില്ല. വളരെ പവർഫുള്ളായ സ്ഥിതി. ബാബ മാത്രം. ബാബയാണ് എൻ്റെ ലോകം. ബാബ എന്നെ നയിക്കുന്നു. ബാബ എൻ്റെ ബോധത്തെ നിയന്ത്രിക്കുന്നു. പരിപൂർണമായും ഞാൻ ബാബയിൽ സമർപ്പണമായിരിക്കും. ഓം ശാന്തി.